നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ട് വൻ വിവാദം കത്തുനിൽക്കുന്നതിനിടെ എഡിജിപിക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി പി അൻവർ എംഎൽഎ. RSS എഡിജിപി ചർച്ചയും ഇന്റലിജൻസ് റിപ്പോർട്ടും പൂർത്തിയെന്നും അതിനു പിന്നിൽ പി ശശിയും എഡിജിപിയുമാണെന്നാണ് ഏറ്റവും പുതിയ ആരോപണം. മുഖ്യമന്ത്രി ഈ ഫയൽ ആദ്യം കണ്ടില്ലെന്നും വിശ്വസ്തർ ചതിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാനാകില്ലെന്നും അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് ബോധ്യം വരുന്നതോടെ അത് തിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം എഡിജിപിയുടെ സ്ഥലം മാറ്റം സംബന്ധിച്ച വിവാദം നടക്കുമ്പോഴും ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിലും എഡിജിപിയുടെ കാര്യം ചർച്ചയായില്ല. ഇന്ന് വൈകിട്ട് 3 മണിക്ക് LDF യോഗം ചേരുന്നുണ്ട്. പി അൻവറിന്റെ ആരോപണത്തിന് പിന്നാലെ പോലീസ് ഉന്നത തലത്തിൽ വൻ മാറ്റം വരുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവ് ഇന്നലെ പുറത്തിറങ്ങിയിരുന്നു. അൻവറിന്റെ ആരോപണത്തിൽ ഉൾപ്പെട്ട എല്ലാവരെയും സ്ഥലം മാറ്റിയിരുന്നു. എന്നാൽ ഈ പട്ടികയിൽ എഡിജിപി അജിത് കുമാറിന്റെ പേര് ഉൾപ്പെടുത്താതിരുന്നത് വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു. അതിനിടയിൽ ഈ മാസം 14 മുതൽ 4 ദിവസത്തേക്ക് അജിത് കുമാറിന് അനുവദിച്ചിരുന്ന അവധി പിൻവലിക്കാൻ എഡിജിപി അപേക്ഷ നൽകുകയും ചെയ്തു.